ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്താണ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ചില ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് ഏത് രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു പ്രസന്റേഷൻ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ട്രംപ് ഏറ്റവും കൂടുതൽ പ്രഷർ ഇട്ടിട്ട് ഈ ഒരു വിഷയത്തിൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളാണ്. ട്രംപിന്റെ സൺ ഇൻ ലോ ഇതേപോലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. ട്രംപ് ഒരുപാട് ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയും പ്രോ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ മിനിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഫെഡറൽ സിസ്റ്റത്തിൽ പല പൊസിഷൻസിലും കൊണ്ടിരുത്തിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള സംസാരങ്ങളും സ്റ്റേറ്റ്മെന്റുകളും എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് അനക്സേഷനെ കുറിച്ചൊക്കെ പുള്ളി വാദോരാതെ സംസാരിച്ച ആളാണ്. എന്തിനു ഭേദം ടെൽ അവീവിൽ നിന്ന് ജെറുസലേമിലോട്ട് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ മാറ്റി സ്ഥാപിച്ച ആളാണ് എന്ന് വേണമെങ്കിലും പറയാം. ആ രീതിയിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇസ്രായേലിനെ ഫുൾ ആൻഡ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇസ്രായേലിനെ മാത്രം പിന്തുണച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ USA എന്ന് പറഞ്ഞൊരു രാജ്യം നിലനിന്ന് പോകാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡി നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം, ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും തന്നെയും ഈ ഒരു അമേരിക്കയുടെ ഒരു തീരുമാനത്തിനെ ഇത്രമാത്രം വില വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയുടെ തീരുമാനത്തിന് മാത്രം ഇത്രയും മാനങ്ങൾ കൈവരുന്നത്? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1970-കളിൽ ഒപ്പിട്ട ഒരു കരാറാണ്. അതാണ് പെട്രോ ഡോളർ കരാർ എന്ന് പറയുന്നത്. ഈ പെട്രോ ഡോളർ കരാർ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ആവോളം എണ്ണ വിൽക്കും. ആ എണ്ണയുടെ പൈസ മൊത്തം ഡോളറിൽ റിസീവ് ചെയ്യും. ഈ ഡോളറിൽ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഈ പൈസയുടെ ഡയറക്റ്റ് കമ്മീഷൻ പോകുന്നത് US ട്രഷറിക്കാണ്. അപ്പൊ ലോകത്ത് എവിടെയൊക്കെ സൗദി അറേബ്യ എണ്ണ വിൽക്കുന്നു അതെല്ലാം പേയ്മെന്റ് ഡോളറിലായിരിക്കും മേടിക്കുക. ആ ഡോളറിന്റെ ട്രാൻസാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോളറിന്റെ വാല്യൂ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. ഇപ്പൊ ഇന്ത്യൻ മണി കുറച്ച് താഴോട്ട് പോയതിന്റെ കാരണവും ഈ ഡോളറിന്റെ ഉയർച്ച തന്നെയാണ്. അപ്പൊ ട്രംപ് കൃത്യമായിട്ട് എയിം ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡോളറിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു സൂചനയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രിക്സിനെ തഴയുക എന്നുള്ളത്. ബ്രിക്സിൽ കറൻസി ഉണ്ടാക്കരുതെന്ന് നല്ല രീതിയിലൊരു താക്കീതായിട്ടാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ അത് തമാശയല്ല, സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഈ ഒരു ബ്രിക്സിന്റെ കറൻസി രൂപീകരിച്ച് ഡോളറിനെതിരെ പോകുന്നുണ്ടെങ്കിൽ അവർക്കും അമേരിക്ക തെരഞ്ഞു പിടിച്ച് സാങ്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ബ്രിക്സിന് ഒരു ബദലായിട്ട് ഇപ്പൊ ബ്രിക്സിന്റെ കറൻസി വേണ്ട, നമുക്ക് ആ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഓൺ കറൻസിയിൽ നമുക്ക് ഡീലിംഗ് നടത്താം. ബ്രിക്സിൽ ഓൾറെഡി മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, അതേപോലെ എത്യോപ്യ ആയിക്കോട്ടെ, ഇതേപോലെയൊക്കെ രാജ്യങ്ങളുണ്ടല്ലോ. ഇവരൊക്കെ ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആയിക്കോട്ടെ, ഇവര് എണ്ണ മേടിക്കുമ്പോഴത്തേക്കും റിയാലിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ റിയാലിലും, അതുപോലെ UAEയുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ദർഹത്തിലും, അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ റൂബിളിലും, ഇതേപോലത്തെ ചൈനയുമായിട്ട് യെന്നിലൊക്കെ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് US മോണിറ്റർ ചെയ്യാതിരിക്കത്തില്ല. കാരണം ഈ ട്രേഡ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ഡേറ്റ ഇൻഡെക്സിൽ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അറിഞ്ഞു കഴിയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത്, അവരും ഇൻഡയറക്റ്റ് ആയിട്ട് ചില സാങ്ഷൻസ് വരുത്തും. അതായത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡോളറിന് ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ ട്രംപ് ഇടപെടും. ട്രംപ് മാത്രമല്ല, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇടപെടും, അത് ഉറപ്പാണ്. കാരണം ഈ അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ഡോളറിൽ തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഡോളറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിശക്തമായ രീതിയിൽ നിലപാടുകൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്പർ 1 നിങ്ങൾ കുറിച്ച് വെച്ചു. ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ജിയോ പൊളിറ്റിക്കലാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഇത് ഏതാണ്ട് 2016 തന്നെ ഫ്രാൻസ് 24 എന്ന് പറഞ്ഞ ഒരു ചാനൽ വളരെ വിശദമായിട്ട് ഒരു ഡോക്യുമെന്ററി എടുത്ത് പുറത്തുവിട്ടതാണ്. അന്ന് ഒബാമ ചെയ്ത ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് ഏത് രീതിയിൽ ഫ്യൂച്ചറിൽ അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഫ്യൂച്ചറിസ്റ്റിക്കോടുകൂടി, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ട് പ്രവചിച്ചുകൊണ്ട് എഴുതിയിരുന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതേപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 2015 സൗദി അറേബ്യയുടെ രാജാവായിട്ടുള്ള കിങ് സൽമാൻ, അതായത് MBSന്റെ ഫാദർ, ഇപ്പൊ ഇരിക്കുന്ന MBS മുഹമ്മദ് ബിൻ സൽമാന്റെ ഫാദർ ആയിട്ടുള്ള വ്യക്തി സൗദി അറേബ്യയുടെ ഇപ്പോഴും രാജാവ് തന്നെയാണ്. MBS എന്ന് പറയുന്നത് ക്രൗൺ പ്രിൻസ് ആണ്. അപ്പൊ ഈ സൗദി കിങ് സൽമാൻ 2015 USA വിസിറ്റ് ചെയ്യുകയും ബറാക് ഒബാമയുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തതാണ്. എന്തിനെ കുറിച്ചായിരുന്നു? സൗദി അറേബ്യയുടെ ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനെ ന്യൂക്ലിയർ ഡീലിൽ കൊണ്ടുവരുന്നതാണ്. ഇറാനെ ന്യൂക്ലിയർ ഡീലിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവരുടെ മേലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻസ് ഒന്നൊന്നായിട്ട് എടുത്ത് മാറ്റേണ്ടി വരും. ഈ സാങ്ഷൻസ് എടുത്ത് മാറ്റുമ്പോഴത്തേക്കും മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ശക്തികളാണ് ഈ ഓയിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് സൗദി അറേബ്യ, 2 ഇറാൻ.
അപ്പൊ ഇത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അവര് രണ്ടും ഒരേ സിമിലർ ആയിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. കാരണം ഇവിടെ മറ്റുള്ള രാജ്യങ്ങളും കൂടെ ഉണ്ട്, എണ്ണയുള്ള രാജ്യങ്ങൾ വേറെ ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ. ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങളാണ് ഈ ഒരു രണ്ട് രാജ്യങ്ങൾ. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ അത് ഡോമിനേറ്റ് ചെയ്യാൻ പവറിന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ കിടന്ന് കളിക്കുന്നത്. അപ്പൊ ഈ ഒരു ന്യൂക്ലിയർ ഡീൽ ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ അവരുടെ സാങ്ഷൻസ് മാറും. അപ്പൊ അവർ വളരെ ഫ്രീ ആയിട്ട് ഓയിൽ ട്രേഡിൽ ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോഴത്തേക്കും സൗദിയുടെ ഓയിലുമായിട്ടായിരിക്കും ആ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ബാലൻസിന് ഒരു തകരാറ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് സൽമാൻ, അതായത് ഈ സൗദി രാജാവ് സൽമാൻ പോയി കണ്ടത്. ബറാക് ഒബാമ അയാൾ ഒരു പൊട്ടനാണ്. ഈ ബറാക് ഒബാമ ഈ വരും വരായികളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയില്ലായിരുന്നു. അയാൾക്ക് അന്ന് തലച്ചോറിൽ ഉണ്ടായിരുന്നത് 9/11 ഉണ്ടായ ഒരു അറ്റാക്ക്, അതായത് US 9/11 ഉണ്ടായ അറ്റാക്ക്. അതിന്റെ കാരണകർത്താവായിട്ടും ആ അറ്റാക്കിനെ സ്വയം ഏറ്റെടുത്ത ലാഡൻ ചേട്ടൻ. അപ്പൊ ലാഡൻ ചേട്ടൻ ഇത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത് ലാഡന്റെ ഒറിജിൻ സൗദി അറേബ്യയാണ്. അപ്പം സൗദി അറേബ്യയുടെ നിന്ന് ലാഡൻ ഗ്രൂപ്പിൽ നിന്ന് ഇതിനകത്ത് ഫണ്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അലിഗേഷൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ പ്രൂഫ് ഒന്നും ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യയുടെ ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള ഫണ്ടിങ്ങും ഈ ഒരു വിഷയത്തിലേക്ക് പോയിട്ടില്ല. ഇനി വഹാബിസം ത്രൂ ഏതെങ്കിലും രീതിയിൽ അത് ഈ ബിൻ ലാഡൻ എന്ന് പറഞ്ഞത് ഒരു വലിയ ഫാമിലിയാണ്, ആ ഫാമിലി ത്രൂ എന്തെങ്കിലും കമ്പനിയിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും ലാഡൻ ഗ്രൂപ്പിൽ നിന്ന് ചില വിഹിതങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. കാരണം ഈ ബിൻ ലാഡൻ എന്ന് പറയുന്ന ഈ ഒസാമ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ലാഡൻ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അപ്പൊ അയാൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സ്വത്തുക്കളും ഓഹരികളൊക്കെ കിട്ടേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവരുടെ സൗദി ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റന്റുകൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിന് സൗദി സർക്കാരിനും ഇതിന് യാതൊരു ബന്ധമില്ല എന്നാണ് സൗദി നിരുപാധികം വന്ന് തള്ളിക്കളഞ്ഞത്. അമേരിക്കയ്ക്ക് കൂടുതൽ ആ ഒരു അലിഗേഷനിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു പെട്രോ ഡോളറിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ സൗദി അറേബ്യ ശ്രമിച്ചത്. സൗദി അറേബ്യ എന്ന് പറയുന്നതിനേക്കാളും ഈ ഒരു ബ്ലാക്ക് റോക്ക് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒബാമ അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതേ ഭരണകൂടമാണ് വീണ്ടും ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ പെട്രോ ഡോളറിന്റെ കരാർ ഇപ്പൊ തീർന്നു കിടക്കാണ്. മനസ്സിലായി, 50 വർഷത്തെ കരാർ 2024 കൂടി ഫിനിഷ് ആയി കിടക്കാണ്. അതിനുശേഷം സൗദി അറേബ്യ ഇത് പുതുക്കാനുള്ള ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേക കാരണം ഡെമോക്രേറ്റുകളാണ്. ഈ ഡെമോക്രേറ്റ് ഭരണകൂടം വീണ്ടും അവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള നെഗോസിയേഷൻസ് നടത്താൻ പറ്റാത്തത്. കാരണം ഓൾറെഡി തന്നെ ഒബാമ 2016 സൗദി രാജാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇറാനെ എന്തുകൊണ്ട് അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നില്ല? അപ്പൊ ഇറാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ ഒരു ബാലൻസ് നഷ്ടപ്പെടും, അമേരിക്കയ്ക്കുള്ള സ്വാധീനം നഷ്ടപ്പെടും. ഇറാൻ ഇങ്ങനെ നിൽക്കുക, അതായത് ഇറാൻ വളരാനും പാടില്ല, ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനും പാടില്ല, ഉണ്ടാക്കാതിരിക്കാനും പാടില്ല. ഈ ഒരു അവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ തന്ത്രമാണ്. അങ്ങനെ നിലനിൽക്കുന്ന പക്ഷത്തിൽ മാത്രമേ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇസ്രായേലിന്റെ വിഷയം ടോട്ടലി വേറെയാണ്. ഇസ്രായേലിന്റെ വിഷയം തന്നെ വേറെയാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേലും മുസ്ലിം രാഷ്ട്രങ്ങളും തമ്മിൽ, ഇസ്രായേലും അറബ് കമ്മ്യൂണിറ്റീസും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വേറെയാണ്. അതൊക്കെ ഡിഫറെന്റ് ആസ്പെക്റ്റിലാണ് അത് നമ്മൾ നോക്കി കാണേണ്ടത്. അത് അമേരിക്കയുമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് റിലേഷൻഷിപ്പിലല്ല അതിനെ കൊണ്ട് നമ്മൾ വെക്കേണ്ടത്. കാരണം മിഡിൽ ഈസ്റ്റില് ഒരു അമേരിക്ക തന്നെയാണ് ഇസ്രായേൽ, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം അത്രമാത്രം ജൂവിഷ് കമ്മ്യൂണിറ്റി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണ് അമേരിക്കയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് ആശയപരമായിട്ടും അവരുടെ എത്തനിസിറ്റി പരമായിട്ടും ആ രീതിയിൽ അവർക്ക് അത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഓരോ യഹൂദന്റെയും, അതായത് അമേരിക്കയിലുള്ള ഓരോ യഹൂദന്റെയും നിലപാടാണ്. അമേരിക്കയിലുള്ള ഓരോ ഇമ്പോർട്ടന്റ് പൊസിഷനിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോ ബിസിനസ്സുകാരായിട്ടുള്ള നല്ല പണച്ചാക്കളായിട്ടുള്ള ഓരോ യഹൂദന്മാരുടെയും വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറകിൽ അവർ ഫെഡറൽ സിസ്റ്റത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സപ്പോർട്ടാണ് ഇസ്രായേലിന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അല്ല വേറെ ഒരു രീതിയിലും കിട്ടുന്ന ഒരു സപ്പോർട്ടല്ല. അപ്പൊ ഇസ്രായേലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അമേരിക്കയുടെ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു നിലനിൽപ്പുള്ളൂ. അവിടെ ഫണ്ട് മറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ അവിടെ നടക്കണം. ആ രീതിയിലാണ് ഇസ്രായേലിനെ എപ്പോഴും അമേരിക്ക കാണുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് ഏത് നേരത്തും വന്ന് ഇറങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കി അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലെ പെർമിഷൻ ഇപ്പൊ അഥവാ മിഡിൽ ഈസ്റ്റിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്ക ഡിനൈ ചെയ്തെങ്കിലും ഒരിക്കലും ഡിനൈ ചെയ്യാത്ത ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ അവിടെ മാറും. മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ഒരു പെർമനന്റ് അമേരിക്ക, ഒരു ചെറിയ അമേരിക്ക തന്നെയാണ് ഈ ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം. ഇസ്രായേലിനെതിരെ വരുന്ന ഭീഷണികളെ അവരെപ്പോഴും അമേരിക്ക ചെറുക്കും. കാരണം വേറെ ഒന്നുമല്ല, അമേരിക്ക അതിനകത്ത് ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഈ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം അതിന് ഒരു ചെറിയ കാരണമല്ല, അതിന് വല്ലാത്ത കാരണങ്ങളുണ്ട്. ഫണ്ടമെന്റലിസം തന്നെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം. കാരണം ഇവരുടെ ഫണ്ടമെന്റൽ എഡ്യൂക്കേഷനിൽ തന്നെ ഇസ്രായേലിനെ എതിർക്കണം എന്നുള്ളത് ഒരു പ്രാഥമിക നിലപാടായിട്ട് കൊണ്ടു നടക്കുന്ന ചില സെക്ടുകളിലുള്ള ഈ ഒരു തീവ്രവാദ സംഘടനകൾ ഒരുപാടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്
മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തകരാതിരിക്കണം എന്നുള്ള നിർബന്ധ സ്വഭാവം അമേരിക്കയ്ക്കുണ്ട്. ഇത് അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് ഇറാനെ എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറാനെ അമേരിക്ക എന്തുകൊണ്ടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചാർട്ട് പ്ലാൻ എടുത്ത് പെന്റഗൺ ത്രൂ വെളിയിലാക്കിയിട്ട് അമേരിക്ക കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇന്ന സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, പ്രത്യേകിച്ച് ഓയിൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കൊടുത്ത നിർദ്ദേശമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇറാന്റെ ഓയിൽ പാടങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ ട്രംപ് വരുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ട്രംപ് വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇറാനുമായിട്ട് ഒരു നെഗോസിയേഷൻ ടോക്ക് നടത്തും. ഇറാനെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, ഇറാനെ നെഗോഷിയേറ്റ് ചെയ്യും. ഇറാനുമായിട്ട് നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നോർത്ത് കൊറിയയിൽ വരെ പോയ, അതായത് നേരിട്ട് വെല്ലുവിളി നടത്തിയ നോർത്ത് കൊറിയ വരെ പോയി കിം ജോങ് ഉന്നിന് ഷേക്ക് ഹാൻഡ് കൊടുത്ത ആളാണ് നമ്മുടെ ട്രംപ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, പിന്നെ ഇറാൻ മാത്രം ഇറാന് വന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ഇറാൻ അതേപോലെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഇറാനെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ നിങ്ങളുടെ സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിക്കും. ഈ ഒരു യുദ്ധം ഈ ഗാസയിൽ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നിർബന്ധം പിടിക്കുന്നത് ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ്. കാരണം പുള്ളിക്ക് പുതിയതായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആവശ്യമുണ്ട്. ആ സ്റ്റാർട്ടപ്പിന് വേറെ ഒന്നുമല്ല, പുള്ളി എയിം ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയെ എയിം ചെയ്യുക, സൗദി അറേബ്യയെ കൃത്യമായ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് വരുന്നത്. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. ട്രംപ് വന്നിട്ട് ഇറാനെ ഒരു സൈഡിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തും. അപ്പൊ വെളിയിൽ ഒരു അജണ്ട ക്രിയേറ്റ് ആവും, മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കും. അതായത് ഇറാനുമായിട്ട് ചില സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റാൻ പോകുന്നു, അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള വർക്കുകൾ നടക്കുന്നു, പേപ്പർ വർക്ക്സ് ആർ മൂവിങ്, ഇറാൻ ന്യൂക്ലിയർ ഡീലുമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നുള്ള സംസാരങ്ങളൊക്കെ വരും. ഈ രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്കും ഇത് ആരെയാണ് അലോസരപ്പെടുത്തുന്നത്? ഇത് സൗദി അറേബ്യയെ ഡിസ്റ്റർബ് ചെയ്യും. സൗദി അറേബ്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? സൗദി അറേബ്യ എങ്ങനെയെങ്കിലും ഒന്ന് ട്രംപിന്റെ കാല് പിടിച്ച് ഈ ഒരു സാങ്ഷൻസ് ഒന്ന് എടുത്ത് മാറ്റരുതെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു നെഗോഷിയേഷൻ ടോക്കിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. കാരണം ഇപ്പൊ ഇതിനകത്ത് ബ്രിക്സ് രാജ്യങ്ങൾ എത്രമാത്രം സൗദി അറേബ്യയെ ഈ വിഷയത്തിൽ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ ഉറപ്പും നമുക്കില്ല എന്നുള്ളതാണ്. കാരണം ബ്രിക്സിനെയും സൗദി അറേബ്യ ഇത്രയും കാലം ഒരു പിൻ പോയിന്റിലാണ് നിർത്തിയിരിക്കുന്നത്. ഇതുവരെ സൗദി അറേബ്യ ഞാൻ ബ്രിക്സിലേക്ക് വരാമെന്നോ വരുന്നില്ല എന്നോ പറയാത്ത അവസ്ഥയിൽ ഞാൻ ഇപ്പൊ കയറുന്നില്ല എന്ന് പറഞ്ഞ് ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സൗദി അറേബ്യ ഉള്ളത്. അപ്പോൾ ഒരു തീരുമാനം സൗദി അറേബ്യക്ക് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. സൗദി അറേബ്യയും ഈ ഒരു ട്രംപിന്റെ വരവിനെ തന്നെ കാത്തിരിക്കുന്നത്. അപ്പൊ സൗദി അറേബ്യ ഇനി ഇറാനെ പൂർണ്ണമായിട്ട് തഴഞ്ഞു നിർത്തണം എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ പെട്രോ ഡോളർ സൈൻ ചെയ്യണം. അമേരിക്കയുമായിട്ടുള്ള പെട്രോ ഡോളർ കരാർ സൗദി അറേബ്യ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇറാനെ പൂർണ്ണമായിട്ടും സാങ്ഷൻസിലേക്ക് ഏർപ്പെടുത്തും. ഇപ്പൊ നടക്കുന്ന സാങ്ഷൻസ് എല്ലാം ഈ ഒരു ഡെമോക്രറ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന ചില നാടകങ്ങൾ മാത്രമാണ്. ഇറാൻ നല്ല രീതിയിൽ ഓയിലുകൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കള്ളക്കടത്താണല്ലോ അവരുടെ പരിപാടി. അവർ കള്ളക്കടത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഈ സാങ്ഷൻ ഒക്കെ കള്ളക്കടത്തിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? കള്ളക്കടത്തിനെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവർ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ ഓഫാക്കി വെച്ചിട്ട് അവർ കൃത്യമായിട്ടുള്ള സപ്ലൈകൾ നടത്തുക തന്നെ ചെയ്യും. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇറാന്റെ അവരുടേതായിട്ടുള്ള പ്രോക്സി രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്, അവരിലേക്ക് തന്നെ അവർ സപ്ലൈ ചെയ്യും. അല്ലാതെ ഇറാൻ പൂർണ്ണമായിട്ട് ഓയിൽ ഇൻഡസ്ട്രിയൊക്കെ അടച്ചു പൂട്ടിയിട്ട് പിന്നെ അമേരിക്കയുടെ സാങ്ഷൻ വന്ന ഉടനെ അവർ മിണ്ടാതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഇനിയിപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്തോ അങ്ങനെ ഒന്നുമില്ല പറയുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ പഠിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇത്രയും പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് നടക്കാനുള്ള കാരണം ആരാന്നറിയാമോ? ഈ ബറാക് ഒബാമ. അയാൾ 2015 കിങ് സൽമാൻ ഒബാമയെ കണ്ട് പറഞ്ഞതാണ് ഈ ന്യൂക്ലിയർ ഡീലിലോട്ട് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോകരുതെന്ന് പറഞ്ഞിട്ടും പോയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ പോയത് കൊണ്ട് എന്തായി? 2016 സൗദി അറേബ്യയുടെ രാജാവായ കിങ് സൽമാനെ ധിക്കരിച്ചുകൊണ്ട് ഒബാമ നടത്തിക്കൂട്ടിയ നാടകമാണ് ഈ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ. അത് 2016 തന്നെ ട്രംപ് വരികയും പിന്നെ കൃത്യമായിട്ട് സൗദി അറേബ്യ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നടന്ന ഡിസ്കഷനിൽ ഈ ഒരു പരാതി ഉന്നയിക്കുകയും ചെയ്തു. ട്രംപിന്റെ അടുത്ത് കിങ് സൽമാൻ ഈ ഒരു പരാതി ഉന്നയിക്കുകയും ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിക്കാണ്ട് കൃത്യമായിട്ട് ഡോളറിന് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് മാത്രം ഇറാനെ ഒറ്റ സിഗ്നേച്ചറിൽ ഒരു കൺസെന്റും ഇല്ലാതെ ഒരു പരസ്പര ഡിസ്കഷൻസ് ഒന്നും ഇല്ലാതെ ഒറ്റ അടിക്ക് എടുത്ത് കളഞ്ഞതാണ് ഇറാന്റെ ന്യൂക്ലിയർ ഡീൽ. മനസ്സിലായോ? ഇത് ഡോളറിനെതിരെ വരുന്ന ഒരു വിനയായതുകൊണ്ട് മാത്രമാണ്, അതായത് ഈ ഒരു ബിസിനസ് മാൻ ആയിട്ടുള്ള ട്രംപ് കൃത്യമായിട്ട് ഈ ന്യൂക്ലിയർ ഡീല് സ്വമേധയാ റദ്ദാക്കി കളഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കുറെ കാലം കൂടി ഈ ഡോളർ ഇങ്ങനെ തന്നെ നിലനിന്ന് പോയിരുന്നത്. ഇനിയിപ്പോ അടുത്ത വിഷയത്തിലേക്ക് വരും. ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ റിലീജിയസ്, അതേപോലത്തെ ഈ ജൂവ്, അതേപോലെ യഹൂദിനെ കൊല്ലുക എന്നുള്ള ഒരു MB ഐഡിയോളജി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫണ്ടമെന്റലിസത്തിന്റെ പേരിലാണ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നത്. കാരണം മറ്റേ ഒരു ഖലീഫ ആളാണ്. ഖലീഫയ്ക്ക് ഒരിക്കലും യഹൂദിനെ ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല.
അതാണ് എതിർക്കാനുള്ള മെയിൻ കാരണം, അല്ലാതെ വേറെ ഡോളറോ എണ്ണയോ അതൊന്നുമല്ല അവിടുത്തെ വിഷയം. ആ വിഷയം വേറെ ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരു റൈറ്റ് ഉണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. അതായത് ഇറാന്റെ ഉള്ളിലല്ല, ആ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് എവിടെയെങ്കിലും ന്യൂക്ലിയർ സൈറ്റുകൾ എമർജ് ആയി വരുന്നെങ്കിൽ ഇസ്രായേലിന് കൃത്യമായിട്ട് പോയിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് തകർക്കാൻ കഴിയും. കാരണം അവർ ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, അവർ ചെയ്യുന്നത് അമേരിക്കയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഈ ന്യൂക്ലിയർ പവർ ഉണ്ടാവാൻ പാടില്ല മിഡിൽ ഈസ്റ്റിൽ. അത് അമേരിക്കയ്ക്ക് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ഏരിയയിലുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് അമേരിക്കയുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇറാനല്ല, എവിടെ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ചെന്ന് അറ്റാക്ക് ചെയ്യും. കാരണം ഇസ്രായേൽ തന്നെയാണല്ലോ അമേരിക്ക, അവർ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇറാനിൽ പോയി ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമേ അല്ല. അതായത് ഈ ഗാസയിലോ അല്ലെങ്കിൽ ഈ ഹൂത്തികളെ അറ്റാക്ക് ചെയ്യുന്നതോ ഇതിന്റെ ഭാഗമായിട്ടേ അല്ല ഈ ഇറാന്റെ ഉള്ളിൽ പോയി ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യുന്നത് തുടരെ പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഗാസയുടെ യുദ്ധം ഉണ്ടെങ്കിലും ഗാസയുടെ യുദ്ധം ഇല്ലെങ്കിലും ഇസ്രായേൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ മാത്രമാണ് ഇറാന്റെ ഉള്ളിൽ നടക്കുന്നത്. അത് തുടരെ നടക്കുകയും ചെയ്യും, ഇനിയും നടക്കും. ഇനി ഈ ഗാസയുടെ യുദ്ധം അവസാനിച്ചാലും ഇത് നടക്കും. ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇറാന്റെ മേളിലൊരു നെഗോസിയേഷൻ ടോക്ക്, അത് ഇപ്പൊ ട്രംപ് പൊസിഷനിൽ കയറുമ്പം പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പെസസ്ക്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ വെച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോളൂ. ട്രംപുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഇറാൻ കാത്തിരിക്കുകയാണെന്നുള്ളതാണ് വ്യക്തമായ കാര്യം. അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആയത്തുള്ള ഖൊമൈനിയും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് യുഎസുമായിട്ടുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷനിൽ. അപ്പൊ ഈ യുഎസും ഇറാനും തമ്മിൽ ചില കാര്യങ്ങളിൽ ഒന്നിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വേറൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്. അതിന്റെ കാരണം വേറൊന്നല്ല, ഏതാണ്ട് $50 ബില്യണോളം നഷ്ടപ്പെട്ട് സിറിയയുടെ ഭരണകൂടം ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സ്ഥിതിക്ക് ഇറാൻ അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഇറാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് കാരണകർത്താവായിട്ട് മാറിയിരിക്കുന്ന തുർക്കിക്കെതിരെ പണി കൊടുക്കാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കെതിരെ വേണമെങ്കിൽ എപ്പോഴെങ്കിലും 2 പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാം, ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ തകർത്ത് കളയും അങ്ങനെ തകർത്ത് കളയും എന്നൊക്കെ ചില ഡയലോഗൊക്കെ വിടും. അപ്പൊ ഇസ്രായേലിനെ നടക്കൂല എന്നുള്ളത് അവർക്കറിയാം. കാരണം ഇസ്രായേൽ തന്നെയാണ് സിറിയയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി വെച്ചത്. ഇനി കൂടുതൽ ഇസ്രായേലിനോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ ഒരുപാട് പണി കിട്ടും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുന്നത് തുർക്കിക്ക് നേരെയാണ്. ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവര് ഈ കുർദുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവർ ഉറപ്പുവരുത്തുകയാണ്. അപ്പം ഇവർ 2023 ഓഗസ്റ്റിൽ ഒരു കുർദിസ്ഥാൻ ആക്ടിവിസ്റ്റിനെ ഇവർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഒരു ലേഡിയാണ്, അസീസിയ എന്നാണ് അവരുടെ പേര്. ആ ലേഡിയെ കുറെ നാൾ ജയിലിലിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2024 ആയപ്പോഴത്തേക്കും ജൂലൈ 2024 അവർക്ക് ഡെത്ത് സെന്റൻസ്, അതായത് ഡെത്ത് പെനാൽറ്റി അവർക്ക് അവാർഡ് ചെയ്തിരുന്നു. അപ്പൊ ഈ ഡെത്ത് പെനാൽറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഏത് നേരത്തും അവരുടെ ജീവൻ നഷ്ടപ്പെടാമെന്നുള്ള അവസ്ഥയിലാണ് അവർ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവരിതാ ഇന്ന് ആ ഡെത്ത് പെനാൽറ്റി റിവോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കുർദ് സ്ത്രീ ഒരു കാരണമില്ല കേട്ടോ, ഒരു റീസണും ഇല്ല. ഒരു ഹ്യൂമാനിറ്റേറിയൻ പെറ്റീഷൻ ഇടാൻ പറഞ്ഞു. ഹ്യൂമാനിറ്റേറിയൻ പെറ്റീഷൻ പണ്ട് തൊട്ടേ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ റിക്വസ്റ്റിനെ ഒരു പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഹ്യൂമാനിറ്റേറിയൻ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റിന്റെ പേരിൽ ഞങ്ങൾ ഈ ഒരു ലേഡിയുടെ ഈ ഡെത്ത് പെനാൽറ്റി എടുത്തു മാറ്റുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കുർദുകളുമായിട്ട് ഈ ഒരു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് ഈ കുർദിസ്ഥാൻ സമൂഹത്തിൽ. അപ്പൊ അങ്ങനെ ഈ ഒരു കുർദുകൾക്ക് ഒരു ഫേവർ ചെയ്യുന്നു ഇറാൻ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിസ്റ്റിനെ അവരുടെ ഡെത്ത് പെനാൽറ്റി റദ്ദാക്കി വിട്ടിരിക്കുന്നത്. ഇനി വൈകാതെ തന്നെ ഇവരെ റിലീസ് ചെയ്ത് ഇവരെ വിടും. ഇവർ വിട്ടു കഴിയുമ്പോഴത്തേക്കും കുർദുകളുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം ഇറാൻ ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇറാൻ ഓൾറെഡി തന്നെ ഈ ഒരു കുർദുകളുമായിട്ട് സൈലന്റ് ടോക്ക്, അതായത് ഒരു ബാക്ക് ഡോർ ടോക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇനി ഇവർ കൂടുതലായിട്ട് വെപ്പൺ സപ്ലൈ ചെയ്ത് ഈ ഒരു കുർദുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോവാണ് ഇറാൻ. അപ്പൊ ഇപ്പം ഈ ഒരു കുർദിസ്ഥാൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സിറിയ ഇറാഖ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇറാൻ. വളരെ പ്രാഥമിക ഘട്ടത്തിൽ, വളരെ ഇനിഷ്യൽ സ്റ്റേജിലാണ് ഈ ഒരു കുർദിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം. ആരംഭഘട്ടത്തിലാണ് ഞാനിതാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ഇങ്ങനെ നീണ്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ ഡിസ്കഷൻസ് ഒക്കെ വളരെ പീക്ക് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ പുറത്തു വരും. ആ സമയത്ത് എർദോഗന് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വരുന്നത്. എർദോഗൻ ഇതാ ഇസ്രായേലിന് ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ സിറിയയുടെ ബോർഡറിൽ നിന്ന് പിന്മാറി പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കില്ല ഇവിടുത്തെ നടപടിക്രമങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എർദോഗന്റെ താക്കീതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. ഇസ്രായേലിനെ നേരിട്ട് കൺഫ്രണ്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നെങ്കിൽ മാത്രമാണ് അതിന് എന്തെങ്കിലും പ്രസക്തിയുള്ളത്. അല്ലാണ്ട് ഇസ്രായേലോ അല്ലെങ്കിൽ തുർക്കിയോ പിന്നെ നേരിട്ട് അങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം, ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്താണെന്നുള്ളത് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാം. ഇസ്രായേൽ ഇപ്പൊ ഡയലോഗ് ഒന്നും അടിക്കുന്നില്ല, പക്ഷെ തുർക്കി എർദോഗൻ ഇങ്ങനെ വെറുതെ ഡയലോഗ് അടിക്കുന്നില്ലാണ്ട്
ഈ ഒരു വിഷയത്തിൽ പുള്ളി അങ്ങനെ ഇറങ്ങി വരത്തില്ല. ഇനി അഥവാ വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇസ്രായേലുമായിട്ട് തുർക്കി ഇറങ്ങി വന്നാലായി, ഒരു ഒരു യുദ്ധത്തിന് ഇറങ്ങി വന്നാലായി. അല്ലാത്ത പക്ഷെ ഇറങ്ങി വരുന്ന ഏർപ്പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു വോക്കൽ ഡ്രാമാസ് മാത്രം നമുക്ക് കേട്ടോണ്ടിരിക്കാന്നേ ഉള്ളൂ എർദോഗന്റെ. പോകുന്നത് അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗാസ സീസ്ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമാക്കി തന്നത്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.